ബിടെക് ഓൺലൈൻ ലേണിംഗ് ആപ്പിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് സെക്കൻഡ് മൊഡ്യൂളിനെ പറ്റിയാണ്. സെക്കൻഡ് മൊഡ്യൂൾ AI ആൻഡ് ഡേറ്റ സയൻസിൻ്റെ സെക്കൻഡ് മൊഡ്യൂളാണ് എന്ത് ചെയ്യുന്നത് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഓൾറെഡി നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ കുറേ കാര്യങ്ങൾ പഠിച്ചായിരുന്നു. AIയുടെ ബേസിക്സ് എന്താണ്, പെർസെപ്ട്രോൺ എന്താണ് ന്യൂറൽ നെറ്റ്വർക്കുകൾ, അതിൻ്റെ ടൈപ്സ് എത്ര ഉണ്ട്, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ AIയുടെ ബേസിക്സും കാര്യങ്ങളാണ് എന്ത് ചെയ്തത് അവിടെ പഠിച്ചത്. ഇവിടെ നമ്മൾ വേറെ കുറച്ച് പോർഷൻസ് ആണ് ഇപ്പം ആ പഠിച്ചതുമായിട്ട് ബന്ധമില്ലാത്ത വേറെ കുറച്ച് ഡിഫറൻറ്റ് കാര്യങ്ങൾ, കൂടുതലും ഡേറ്റ സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ AI റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് മാത്തമാറ്റിക്കൽ കൺസെപ്റ്റുകളൊക്കെയാണ് എന്ത് ചെയ്യുന്നത് ഈ മൊഡ്യൂൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി എന്തിനാണ് AIയുടെ യൂസ് എന്താണ്, AI എവിടെയൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. AI എന്താണെന്നും അതിൻ്റെ പർപ്പസും ഒക്കെ നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. അതുപോലെ ഈ ന്യൂറൽ നെറ്റ്വർക്കുകൾ എത്രയായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്, അതൊക്കെ എന്തിനാണ്, എങ്ങനെയൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു, അങ്ങനത്തെ അതിൻ്റെ ആപ്ലിക്കേഷൻസ്, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിച്ചു. ഇനി അതൊക്കെ നമുക്ക് ഇംപ്ലിമെൻറ്റേഷന് വേണ്ടിയുള്ള ഹെൽപ്പ് ചെയ്യുന്ന കൺസെപ്റ്റുകളാണ് അപ്കമിങ് മൊഡ്യൂളുകളിൽ എന്തോ ചെയ്യുന്നത് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ടോപ്പിക്കിലോട്ട് വരാം. ടോപ്പിക്കിനകത്ത് പറയുന്നത് എന്താ വെച്ചാൽ ഇൻട്രൊഡക്ഷൻ ടു ലീനിയർ ആൾജിബ്ര ഇൻ ഡേറ്റ സയൻസ്. അതാണ് നമ്മൾ ആദ്യം പറയാൻ പോകുന്നത്. ലീനിയർ ആൾജിബ്രയുടെ ഒരു ഇൻട്രൊഡക്ഷനാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ആൾജിബ്ര, ലീനിയർ ആൾജിബ്ര ഇതൊക്കെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. നമ്മൾ കമ്പ്യൂട്ടർ സയൻസിൻ്റെ ലോജിക്സ് റിലേറ്റഡ് ആയിട്ട് ബൂളിയൻ ഓൾജിബ്രയും കേട്ടിട്ടുണ്ടായിരിക്കും. ബൂളിയൻ ഓൾജിബ്ര അറിയാമായിരിക്കും, സീറോസ് ആൻഡ് വൺസ്. അപ്പോൾ ഓൾജിബ്രയും മാത്തമാറ്റിക്കൽ റിലേറ്റഡ് ആണ്. മാത്തമാറ്റിക്കൽ കൺസെപ്റ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ പഠിക്കുന്നത്, ഓൾജിബ്രയിൽ പറയുന്നത്. ഓക്കെ, അപ്പം നമ്മളുടെ ടോപ്പിക്കിൻ്റെ പേര് ഇൻട്രൊഡക്ഷൻ ടു ലീനിയർ ആൾജിബ്ര ഇൻ ഡേറ്റ സയൻസ്. ഡേറ്റ സയൻസിൽ എങ്ങനെ ലീനിയർ ആൾജിബ്ര ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു. ഡേറ്റ സയൻസ് എന്ന് പറഞ്ഞാൽ അറിയാമായിരിക്കുമല്ലോ, ഡേറ്റയുടെ ഒരു വിഷ്വലൈസേഷനും വലിയ വലിയ ഡേറ്റാസെ മാനേജ് ചെയ്യാനും വേണ്ടിയൊക്കെ കൊണ്ടുവന്നൊരു കൺസെപ്റ്റ് അല്ലെങ്കിൽ ഒരു അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു സ്റ്റഡിയാണെന്ത് ഡേറ്റ സയൻസ്. അപ്പോൾ ലീനിയർ ആൾജിബ്ര ഡേറ്റ സയൻസിൽ എന്താണ് റോൾ എന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ആദ്യം പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ലീനിയർ ആൾജിബ്ര എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം വെക്ടേഴ്സും സ്റ്റാറ്റിസ്റ്റിക്സൽ മെത്തേഡ്സും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ വരുന്നത്, ലീനിയർ ആൾജിബ്രയിൽ വരുന്നത്. അതാണ് ഇവിടെ ജസ്റ്റ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇവിടെ ഒരു മാത്തമാറ്റിക്സിൻ്റെ ഒരു ബ്രാഞ്ചാണ് എന്ത് ലീനിയർ ആൾജിബ്ര. അപ്പോൾ മെയിനായിട്ട് ഡീൽ ചെയ്യുന്നത് വെക്ടർ സ്പേസ്, അതുപോലെ തന്നെ മാപ്പിങ് അതുപോലെ തന്നെ വെക്ടർ സ്പേസുമായിട്ടൊക്കെ റിലേറ്റഡ് ഉള്ള കാര്യങ്ങളാണ് എന്തിനുള്ളത് നമ്മുടെ ലീനിയർ ആൾജിബ്രയ്ക്കകത്ത് പോകുന്നത്. അപ്പോൾ ഇത് ഡേറ്റയുടെ മാനിപ്പുലേഷനും അതുപോലെ റെപ്രസെൻറ്റേഷനും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട് ലീനിയർ ആൾജിബ്ര വളരെയധികം ഇമ്പോർട്ടൻറ്റ് റോള് വഹിക്കുന്നുണ്ട്. അതൊരു ഫണ്ടമെൻ്റൽ ആണെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പറയേണ്ടി വരും. അടുത്ത എൻ്റെ ഒരു മെട്രിക്സ് ഓപ്പറേഷൻസിനെ പറ്റിയാണ് പറയുന്നത്. മെട്രിക്സ് നിങ്ങൾക്ക് എല്ലാവരും പഠിച്ചിട്ടുള്ള സംഭവമാണ്. മെട്രിക്സ് ഓർമ്മയുണ്ടായിരിക്കും, മാത്സിലൊക്കെ ഒരുപാട് പഠിച്ചിട്ടുള്ളത്. അപ്പം ഒരു മെട്രിക്സ് ആയിട്ട് ഫോം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ. മെട്രിക്സ് എന്താണെന്നും എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നും അതൊക്കെ നമ്മൾ ഓൾറെഡി ഹയർ സെക്കൻഡറി ക്ലാസ്സുകളിൽ ഉൾപ്പെടെ എന്ത് ചെയ്തിട്ടുണ്ട് പഠിച്ചിട്ടുണ്ട്, മെട്രിക്സിനെയും ഡിറ്റർമിനൻസിനെയൊക്കെ പറ്റി. അപ്പോൾ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെയും വരുന്നത്. പക്ഷേ നമ്മളത് പ്രോഗ്രാമിംഗ് ഉപയോഗിച്ച് മെട്രിക്സ് എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാമെന്നാണ് ഇവിടെ എന്ത് ചെയ്യുന്നത് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്തുള്ള മെയിൻ ഓപ്പറേഷൻസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഡീഷൻ ഉണ്ട്, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, അതൊക്കെ നമുക്ക് എന്തിനകത്ത് ചെയ്യാൻ പറ്റും, മെട്രിക്സിനകത്ത് ചെയ്യാൻ പറ്റും. അത് ചെയ്തിട്ടും ഉണ്ടായിരിക്കും. അപ്പോൾ ഇതിവിടെ നമ്മൾ പ്രോഗ്രാം ഉപയോഗിച്ച് അത് ചെയ്യുന്ന കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത് ജസ്റ്റ് മെൻഷൻ ചെയ്യുന്നത്. കൂടുതൽ ഈ കൺസെപ്റ്റുകളാണ് മെട്രിക്സിൻ്റെ എങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്, എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളാണ് ഇവിടെ എന്ത് ചെയ്യുന്നത് കൂടുതലും പറയുന്നത്. അപ്പോൾ നമുക്കത് നോക്കാം. ഇവിടെ നമ്മൾ പൈത്തൺ കോഡ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് മെട്രിക്സിൻ്റെ കാര്യങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഓൾറെഡി എല്ലാവരും പൈത്തൺ കോഡ് പഠിച്ചിട്ടുണ്ടായിരിക്കും, പൈത്തൺ പഠിച്ചിട്ടുള്ളവരായിരിക്കും മെജോറിറ്റി ആൾക്കാരും. അപ്പോൾ അതില്ലെങ്കിൽ പോലും കുഴപ്പമില്ല, നിങ്ങൾക്ക് അത് വളരെ സിമ്പിളായിട്ടുള്ള കോഡാണ്. പൈത്തൺ വെച്ച് എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാന്നുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ മെട്രിക്സ് ഇപ്പോൾ പ്രോഗ്രാം പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ച് മെട്രിക്സ് എഴുതി കൂട്ടണ്ടയോ മൾട്ടിപ്ലൈ ചെയ്യേണ്ടയോ അങ്ങനത്തെ ആവശ്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെയൊന്നുമില്ല. നമ്മൾ ജസ്റ്റ് പ്രോഗ്രാമിനകത്ത് ചെറിയ ചെറിയ കീവേഡുകളും അതുപോലെ തന്നെ ലൈബ്രറീസും ഒക്കെ ആവശ്യം പോലെ അവൈലബിൾ. ഇപ്പോൾ നമ്പറിനെ സോർട്ട് ചെയ്യാനും കൺവേർട്ട് ചെയ്യാനും അല്ലെങ്കിൽ അപ്പർ കേസ് ലോവർ കേസ് നോക്കാനും ഒക്കെ എന്തുകൊണ്ട് ഡിഫറെൻറ്റ് മെത്തേഡ്സുകൾ അല്ലെങ്കിൽ ഫംഗ്ഷനാലിറ്റീസ് അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ അത് എടുത്തിട്ട് യൂസ് ചെയ്യേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാനും പറ്റും. അപ്പോൾ അവിടുത്തെ കേസിൽ നമ്മൾ ഇമ്പോർട്ട് ചെയ്യുകയാണ്. നംപൈ എന്ന് പറയുന്നൊരു മാത്തമാറ്റിക്കൽ ലൈബ്രറിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഡേറ്റാ സയൻസ് കൺസെപ്റ്റുകളൊക്കെ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാമിങ്ങിലൊക്കെ ഈ നംപൈ എന്ന് പറയുന്ന ലൈബ്രറി കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ അവിടെ നംപൈയെ നമ്മൾ NB എന്ന് പറഞ്ഞാണ് എടുക്കുന്നത്. ഓക്കെ, NB എന്ന് പറഞ്ഞാൽ ഇനി ഇതിനകത്ത് ആദ്യം ചെയ്യാൻ പോകുന്നത് മെട്രിക്സിൻ്റെ അഡീഷനാണ്. അപ്പോൾ അതിനായിട്ട് എന്താ ചെയ്യേണ്ടത്, രണ്ട് വേരിയബിൾസ് എടുക്കുക. A എന്ന് പറയുന്നൊരു വേരിയബിൾ, B എന്ന് പറയുന്ന വേരിയബിൾ. NB എന്ന് പറഞ്ഞാണ് നമ്മുടെ നംപൈ എടുത്തേക്കുന്നത്. എന്നിട്ട് രണ്ട് അറേസ് ഡിക്ലെയർ ചെയ്യും. അറേയൊക്കെ ഓൾറെഡി പഠിച്ചിട്ടുണ്ടല്ലോ. അറേ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, അറേ എന്ന് പറഞ്ഞാൽ കളക്ഷൻ ഓഫ് സെയിം ടൈപ്പ് ഡേറ്റ എന്ന് വിളിക്കും. അപ്പോൾ നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്പിലുള്ള ഡേറ്റ ടൈപ്സ് പലർക്കും അറിയാതിരിക്കും. ഡേറ്റ ടൈപ്സ് എന്ന് പറഞ്ഞാൽ ഇൻറ്റ്, ക്യാർ, ഫ്ലോട്ട്, ഡബിൾ എന്നൊക്കെ പറഞ്ഞ് ഡിഫറെൻറ്റ് ടൈപ്പിൽ എന്തുകൊണ്ട് ഡേറ്റ ടൈപ്സ് ഉണ്ട്. അപ്പോൾ ഈ ഡിഫറെൻറ്റ് ഡേറ്റ ടൈപ്സിൻ്റെ ഒരു കളക്ഷനെ അല്ല നമ്മൾ അറേ എന്ന് വിളിക്കുന്നത്, ഒരേപോലത്തെ ഡേറ്റ ടൈപ്പിൻ്റെ കളക്ഷൻ. ഒരു ഇൻറ്റിജർ അറേ എടുത്താൽ അതിനകത്ത് എന്തോ മാത്രമേ കാണൂ, ഒരു ഇൻറ്റിജർ കണ്ടന്റ് മാത്രമേ കാണൂ. അല്ലെങ്കിൽ ഒരു ക്യാരക്ടർ അറേ എടുത്താൽ അതിനകത്തൊരു ക്യാരക്ടർ കണ്ടന്റ് മാത്രമേ കാണൂ. ഒരു സംഭവം ഇത്രയേ ഉള്ളൂ. നമ്മളിപ്പോൾ
ഒരു ബോക്സിനകത്ത് നിറയെ കുറച്ച് ചോക്ലേറ്റ് ഡയറി മിൽക്ക് മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് വേറെ ഒന്നുമില്ല, ഡയറി മിൽക്ക് മാത്രമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ നമുക്കതൊരു ഒരു അറയാന്ന് പറയാൻ പറ്റും. കാര്യം അതിനകത്ത് ഡയറി മിൽക്കിൻ്റെ കളക്ഷൻ മാത്രമേ ഉള്ളൂ, അതെല്ലാം കൂടെ ഒരു ബോക്സിനകത്ത് വെച്ചേക്കാണ്. അറിയും ആ കൺസെപ്റ്റാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. കളക്ഷൻ ഓഫ് സെയിം ടൈപ്പ് ഡേറ്റ ആയിരിക്കും. പിന്നെ അവിടുത്തെ ഒരു കേസ് എന്ന് പറഞ്ഞാൽ സ്റ്റോർ ഇൻ കണ്ടീജിയസ് മെമ്മറി ലൊക്കേഷൻ ആയിരിക്കും. എന്താണ് കണ്ടീജിയസ് എന്ന് പറഞ്ഞാൽ അടുത്തടുത്ത മെമ്മറി ലൊക്കേഷനിലായിരിക്കും എന്തോ ഇത് വെച്ചേക്കുന്നത്, സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്നത്. അതുപോലെ തന്നെ ഒരു സിംഗിൾ വേരിയബിളിനകത്ത്, ഒറ്റ വേരിയബിളിനകത്തായിരിക്കും ഈ പറയുന്ന കാര്യങ്ങളെല്ലാം സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്നത്. ഇവിടുത്തെ കേസിൽ അറയുടെ കേസ് എന്ന് വെച്ചാൽ കോമൺ ആയിട്ട് ഒരു സിംഗിൾ വേരിയബിളിനകത്താണെങ്കിൽ എന്തോ ചെയ്യുന്നത്, നമ്മളിതിനെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അതുകൊണ്ടായിരിക്കും എന്തോ ചെയ്യുന്നത്, ഈ പറയുന്ന കാര്യം സ്റ്റോർ ചെയ്യാൻ പറ്റുന്നത്. ഒരൊറ്റ വേരിയബിളിനകത്ത് സ്റ്റോർ ചെയ്യുന്ന വെക്കുന്നതുകൊണ്ട് നമുക്ക് അതിനെ എന്ത് വിളിക്കാം, അറേസ് എന്ന് വിളിക്കാം. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ കേസിൽ നമ്മളൊരു അറേ ഡിക്ലെയർ ചെയ്തേക്കുവാണ്. അറേക്കകത്ത് ജസ്റ്റ് ബ്രാക്കറ്റ് ഓപ്പൺ കൊടുത്ത് രണ്ട് വാല്യൂസ്, അതിനായിട്ട് ഒരു മെട്രിക്സ് വാല്യൂസ് ആണ് കേട്ടോ. 1, 2 എന്ന് പറയുന്ന വാല്യൂ ഉണ്ട്, 3, 4 എന്ന് പറയുന്ന വാല്യൂ ഉണ്ട്. അടുത്ത രണ്ടാമത്തെ ബിക്കകത്തും അതുപോലെ തന്നെ 5, 6 ഉണ്ട്, 7, 8 ഉണ്ട്. അങ്ങനെ രണ്ട് വാല്യൂസാണ് കൊടുത്തേക്കുന്നത്. ഇനി C = A + B എന്നാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ അറിയാമല്ലോ ഇത് മെട്രിക്സ് അഡീഷൻ ആണ്. B എന്ന് പറയുന്ന മെട്രിക്സിലെയും A എന്ന് പറയുന്ന മെട്രിക്സിലെയും വാല്യൂസ് തമ്മിൽ ആഡ് ചെയ്തിട്ട് അതങ്ങോട്ട് സ്റ്റോർ ചെയ്യും, Cക്കകത്തോട്ട് സ്റ്റോർ ചെയ്യും. ഓക്കെ, അതാണ് ഇവിടുത്തെ ഒരു കൺസെപ്റ്റ്. അപ്പോൾ ഈ അറേ യൂസ് ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ മെട്രിക്സിനകത്ത് ഇപ്പോൾ ഇൻറ്റിജർ മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് മെട്രിക്സിനെ നമുക്ക് അറേ ആയിട്ട് ഡിക്ലെയർ ചെയ്യാൻ പറ്റും. മൾട്ടി ഡയമെൻഷണൽ അറേ എന്നൊക്കെ പറയും. അപ്പോൾ അറേ ഉപയോഗിച്ചാണ് നമ്മൾ എന്തോ ചെയ്യുന്നത്, ഈ മെട്രിക്സിനെ ഇതിനകത്ത് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതിനുവേണ്ടിയാണ് അറേ നമ്മൾ ഇവിടെ യൂസ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് മൾട്ടിപ്ലിക്കേഷൻ്റെ കേസും പറയുന്നുണ്ട്. മൾട്ടിപ്ലിക്കേഷനായിട്ട് നമ്മൾ വീണ്ടും എല്ലായിടത്തും NB എന്ന് പറയുന്ന ലൈബ്രറി തന്നെയാണ് യൂസ് ചെയ്യുന്നത്. എന്നിട്ട് മൾട്ടിപ്ലിക്കേഷനായിട്ട് ഡോട്ട് എന്ന് പറയുന്ന ഒരു ഓപ്പറേഷനാണ് യൂസ് ചെയ്യുന്നത്, ഡോട്ട് ഓപ്പറേഷൻ. എന്നിട്ട് A, B, ഡോട്ട് A, B എന്ന് പറഞ്ഞാൽ വിച്ച് മീൻസ് A × B അങ്ങനെയുള്ളതിൻ്റെ സെയിം എഫക്റ്റ് തന്നെ കിട്ടും. അപ്പോൾ എയിലെ കണ്ടന്റും ബിയിലെ കണ്ടന്റും, അതായത് എയിലുള്ള മെട്രിക്സും ബിയിലുള്ള മെട്രിക്സും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യും. അതാണ് ഇവിടെ ചെയ്യുന്നത്. ഈ മെട്രിക്സ് ഇൻവേർഷൻ എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ളൂ. ഇൻവേർഷൻ്റെ കേസിൽ ലിൻ ലാഗ് ഡോട്ട് ഇൻവി എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്, A എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യും, അതിൻ്റെ ഇൻവേർഷൻ എടുക്കാൻ പറ്റും. ഇൻവേർഷൻ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ഇൻവേർസ് എടുക്കാന്ന് പറഞ്ഞാൽ നമ്മൾ ഓപ്പോസിറ്റ് എടുക്കുക എന്നൊക്കെ പറയും. ഇപ്പോൾ 1 ആണെങ്കിൽ അത് 0 ആവും, 0 1 ആവും, അങ്ങനത്തെ ഒരു കൺസെപ്റ്റ്. അതിനെ നമ്മളെന്താ വിളിക്കുന്നത്, ഇൻവേർഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇൻവേർഷൻ എടുക്കാൻ വേണ്ടി ഈ കമാൻഡാണ് എന്ത് ചെയ്യുന്നത്, കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ, മെട്രിക്സിൻ്റെ ഓപ്പറേഷൻസ് ആണ്. അപ്പോൾ അതിനകത്ത് ഈ അഡീഷൻ ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ അറേ ഉപയോഗിച്ചൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, ഡാറ്റാസിനെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഡേറ്റ ടൈപ്പാണ് അറേ. അറേക്കകത്ത് സ്റ്റോർ ചെയ്ത് വെക്കുന്നു, അതിനെ എന്ത് ചെയ്യുന്നു, ആഡ് ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മൾ മൾട്ടിപ്ലൈ ആൻഡ് ഡോട്ട് യൂസ് ചെയ്യുന്നു, ഇൻവേർഷനായി ലിൻലാങ് ഡോട്ട് INV എന്ന് പറയുന്ന കമാൻഡ് യൂസ് ചെയ്യുന്നു. അപ്പം ഇത്രയും ഓപ്പറേഷൻസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ മെട്രിക്സിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മെട്രിക്സിനകത്ത് ഡിഫറെൻറ്റ് ഡേറ്റാസിനെ സ്റ്റോർ ചെയ്തിട്ട് അതിനെ ഈ പറയുന്ന ഓപ്പറേഷൻസ് ഒക്കെ പെർഫോം ചെയ്ത് റിസൾട്ട് കാണാൻ പറ്റും.